സ്വാഗതം സുഹൃത്തുക്കളെ. ഞാനിന്നേ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. കറിക്ക് വേണ്ടി നുറുക്കിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ചിക്കനാണേ. അപ്പം അത് വെച്ച് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പം അതെല്ലാം ഞാൻ മസാല വരട്ടിയെന്ന് പറഞ്ഞാൽ ചിക്കൻ കൊണ്ടുവരുമ്പം ബാലൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ മഞ്ഞൾ പൊടി, മുളക് പൊടി, അല്പം മസാലപ്പൊടി, ഉപ്പെല്ലാം കൂടെ പുരട്ടി അങ്ങ് വയ്ക്കും. അപ്പോൾ ഫ്രഷായിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോഴത് നമുക്ക് അങ്ങനെ ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. അതുകൊണ്ട് അങ്ങനെ മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിരുന്നതാണ്. അത് വീണ്ടും ഒന്നുകൂടെ കഴുകി ബിരിയാണിക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുക. പിന്നെ സവാള ഞങ്ങൾക്ക് നന്നായിട്ട് ഗ്രേവി വേണം, അത് കാരണം കുറച്ചേറെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബിരിയാണിക്കകത്തിൽ വറുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ റൗണ്ടാക്കി വെച്ചേക്കും. അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ വീട്ടിലെ തന്നെ പച്ചമുളക് അത് ചതച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നു. നാരങ്ങ നീര്, പിന്നെ തൈര്, പിന്നെ നെയ്യ്, പിന്നെ കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും. പിന്നെ ഇത് കണ്ടോ, ഇതെല്ലാം മസാലപ്പൊടികളൊക്കെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മൾ പച്ചമുളക് ചേർത്താണ് വയ്ക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, അത്രയൊക്കെ മതി ഇപ്പം നമുക്ക്. തക്കാളിപ്പഴം ഇത് കണ്ടോ, ഇത് ഫ്രീസറിൽ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ ജ്യൂസാക്കി വെച്ചിരിക്കുവാണേ. അപ്പം നമുക്ക് ഉരുളി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ നേരെ അങ്ങ് വീഡിയോയിലോട്ട് കിടക്കുവാണേ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് അതിനകത്തിലാണ് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്, സവാള. അപ്പം മഴയൊക്കെ വരുന്നുണ്ട്. മഴ വന്നാൽ ഇതെല്ലാം പെറുക്കിക്കൊണ്ട് ഓടേണ്ടി വരും. അത് കാരണം ചൂടായ ഉരുളിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ. അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത നെയ്യാണേ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. എല്ലാവരും കണ്ടിട്ടില്ലാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ. ഓക്കെ, ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാള അങ്ങ് വഴറ്റിയെടുക്കാവേ. റൗണ്ടിൽ അരിഞ്ഞിട്ട് ഞാൻ അടർത്തി എടുത്ത് വെച്ചതാണ് ഇങ്ങനെ കേട്ടോ. ഫ്രൈ ആകുമ്പോഴത്തേനും അങ്ങ് ഷേപ്പൊക്കെ മാറിപ്പോകും. എന്നാലും വേറെ നട്ട്സ് ഒന്നും ഇടുന്നില്ല. കശുവണ്ടി പരിപ്പോ ഉണക്കമുന്തിരിയോ ഒന്നും ഇടുന്നില്ലേ. നമുക്കിനി സവാള അങ്ങ് കോരിയെടുക്കാവേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം കൂടെ വഴറ്റിയെടുക്കുന്നു. പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കുന്നതായതുകൊണ്ടാണ് മറ്റ് സാധനങ്ങളൊന്നും ചേർക്കാത്തത് കേട്ടോ. പിള്ളേർക്ക് ഇപ്പം ബിരിയാണി എന്ന് കേട്ടാൽ മതിയല്ലോ. അതിൽ എന്തൊക്കെല്ലാം സാധനങ്ങൾ ചേരുന്നു എന്ന് അവർക്ക് വിഷയമല്ല. പക്ഷെ ടേസ്റ്റൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ റൗണ്ടിലും അരിഞ്ഞേക്കുന്നത്. അതിനകത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് അങ്ങ് വഴന്ന് വന്നോളൂ. മഴ വന്നാലാണ് വിഷയം. ഇതെല്ലാം കൂടെ എടുത്തോണ്ട് ഓടേണ്ടി വരും. ഇതൊന്ന് വഴന്ന് വരട്ടെ. പിന്നെ സവാള വഴലുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ കണ്ടോ. റൈസേ വേറെ വേവിച്ച് വെച്ചിരിക്കുവാണേ. ഒരു 3/4 പരുവം വേവിച്ച് വെച്ചിരിക്കുക, ഊറ്റി വെച്ചേക്കുക. ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടേ കണ്ടോ, കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നത് കുറച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അപ്പൊ തന്നെ നല്ലൊരു മണമാണ്. കണ്ടോ, പച്ചമുളക് ചതച്ച് വെച്ചേക്കുന്നതാണേ. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഇത്തിരി നല്ല എരി വേണമെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ, അതുകൊണ്ട് ഇത്തിരി നല്ലപോലെ ചേർക്കുക. മുളക് പൊടി ചേർക്കുന്നില്ലേ, പച്ചമുളക്. കണ്ടോ, ഒരെണ്ണം ചതയാതെ കിടപ്പുണ്ട്, അതങ്ങനെ കിടന്നു. ഈ മുളകൊക്കെ ചേർക്കുമ്പോഴേ ഏറ്റവും ലാസ്റ്റിലെ മസാല വഴറ്റുന്നതിൻ്റെ കൂടെ സവാളയൊക്കെ വഴറ്റുമ്പോൾ ഏറ്റവും ലാസ്റ്റിലെ പച്ചമുളക് വഴറ്റിയെടുക്കാവുള്ളൂ. അല്ലെങ്കിലേ ഈ മുളക് മൂത്തിട്ട് ചുമയ്ക്കുകയൊക്കെ ചെയ്യും അടുത്ത് നിൽക്കുന്നവർ. കണ്ടോ, മല്ലിയില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കണ്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചേർക്കും. മല്ലിപ്പൊടിയൊക്കെ വേണ്ടിയവർ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഇതിലേക്ക് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നുണ്ട്, അത് ഇട്ട് കൊടുക്കണേ. ഇപ്പൊ തക്കാളിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴന്നോട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാവേ.
കട്ടത്തൈര്. അധികം പുളിയില്ലാത്തതാണേ, അതുകൊണ്ടാണ് ഇത്ര എടുത്തേക്കുന്നേ. ഇത്തിരി എരിയും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടെങ്കിലേ അതിൻ്റെ ആ ഒരു ഗുമ്മ വരത്തുള്ളൂ ബിരിയാണിക്ക്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇനിയിപ്പം ചിക്കൻ കഷ്ണങ്ങളും കൂടെ നമുക്ക് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ, ഗരം മസാല. കണ്ടോ, ചിക്കൻ്റെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, അത് നോക്കിയിട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ടേ അപ്പം കുക്കറിനകത്തിലൊക്കെ വെക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടെ അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകത്തില്ല. ഇങ്ങനെ ആവുമ്പോൾ ബിരിയാണി വയ്ക്കാൻ അത്ര അറിയത്തില്ലാത്തവർക്കൊക്കെ ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റുമേ. ഇനിയിപ്പം നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാവേ. കണ്ടോ, വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ചിക്കനകത്തൊന്നും അധികം വെള്ളം ഇറങ്ങിയില്ല. അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയേക്കുന്ന ചിക്കൻ ആയതുകൊണ്ടേ റൈസും വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ. പിന്നെ ഇത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാവേ. ബിരിയാണി വേകുമ്പോഴത്തേക്ക് രസമല്ലേ, ഇത്തിരി വഴുത്ത് നിൽപ്പുണ്ട്. ചെറിയ തീയിലേ ഇത്തിരി നേരം കൂടെ അടച്ചു വയ്ക്കാവേ. ഇനിയിപ്പോ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്കിനി റൈസും കൂടെ ഇതിനകത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താ റൈസ് ഒരു ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് ഞാനേ ഊറ്റി വെച്ചിരിക്കുവാണേ. കണ്ടോ, ഗ്രേവിയുണ്ട്. ഈ റൈസ് അങ്ങനെ ഒത്തിരി കുഴയുന്നതല്ല, തെറിച്ച് തെറിച്ച് കിടക്കും. കണ്ടോ, നമുക്ക് റൈസും കൂടി ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ ഇളക്കി കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ. അതിങ്ങനെ ലെയറായിട്ടൊന്നും ഇടുന്നില്ല. ഉണ്ടോ, നമുക്കിത് അടച്ചു വെക്കാവേ. ചെറിയ തീയിലിരുന്ന് ആവി കയറട്ടെ. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, ഈ റൈസ് അങ്ങനെ കുഴയുന്ന റൈസ് അല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ റൈസ് ഇഷ്ടമാണ്. തെറിച്ച് തെറിച്ച് കിടന്നോളൂ. കണ്ടോ, ഇനി നമുക്കേ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്നില്ലേ, സവാളയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാവേ. കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാവേ. കണ്ടോ, മഴയത്ത് നല്ല ചൂട് ബിരിയാണി. ഓക്കെ, ഇനി സെർവ് ചെയ്യാം ബിരിയാണി. മഴയൊക്കെ തോർന്നേ, ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ടേസ്റ്റ് ചെയ്തേ കേട്ടോ. മഴ വന്നാൽ എണീറ്റ് ഓടേണ്ടി വരും. പപ്പടവും സാലഡും ഒരു പീസ് ചിക്കനും ഇത്തിരി അച്ചാറും ഉണ്ടോ. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചൊരു തട്ടിക്കൂട്ട് ബിരിയാണി. ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. ഭയങ്കര നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് കഴിച്ചു തുടങ്ങിയിട്ട് നിർത്താൻ പറ്റുന്നില്ല, അതുകൊണ്ടാ റിവ്യൂ ഒന്നും പറയാൻ പറ്റാതെ. ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. ഞങ്ങളിത് കഴിക്കട്ടെ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.